നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറിയക്കുട്ടിമാർക്ക് പെൻഷൻ കൊടുത്തില്ലെങ്കിലും സർക്കാർ കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട് കേരളത്തിൽ. KV തോമസിനെ ഓണറേറിയം അനുവദിച്ചത് ട്രഷറി നിയന്ത്രണങ്ങളെല്ലാം മറികടന്നായിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി നടത്തിയ ഓണസദ്യയ്ക്കും പണം അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. 4 മാസം മുൻപ് മുഖ്യമന്ത്രി നൽകിയ ഓണസദ്യയ്ക്കാണ് 7,86,000 രൂപ കൂടി അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഈ മാസം 13-ന് അധിക ഫണ്ട് അനുവദിച്ചത്. ഓഗസ്റ്റ് 26-ന് നിയമസഭാ മന്ദിരത്തിൽ നടന്ന സദ്യയ്ക്കായി 19 ലക്ഷം രൂപ നവംബർ 8-ന് അനുവദിച്ചിരുന്നു. അധിക തുക കൂടി അനുവദിച്ചതോടെ ഓണസദ്യയ്ക്ക് ആകെ ചെലവ് 26,86,000 രൂപയായി. അതേസമയം ഏത് വകയിലാണ് അധിക തുക അനുവദിച്ചതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല. എന്നാൽ ഇത്രയും ഭീമമായ തുക ചിലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് കൃത്യമായ കണക്കില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടി. 5 തരം പായസം ഉൾപ്പെടെ 65 വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത്. സ്പീക്കർ AN ഷംസീറും നിയമസഭയിൽ ഓണസദ്യ ഒരുക്കിയിരുന്നു. ഇതുകൂടാതെയായിരുന്നു പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രിയുടെ സദ്യ. പുതുവർഷ പിറവിയോടനുബന്ധിച്ച് 3-ന് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുന്നുണ്ട്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളാണ് വിമർശന വിധേയമാകുന്നത്. നേരത്തെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന KV തോമസിനെ 12,05,000 ഓണറേറിയം അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ് KV തോമസ് ചുമതലകൾ നിർവഹിക്കുന്നത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചതെന്നാണ് വിവരം. KV തോമസിന്റെ 4 സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് KV തോമസ് കോൺഗ്രസ് വിട്ടത്. KV തോമസ് കോൺഗ്രസ് വിട്ട സംഭവം ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ CPM വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി അദ്ദേഹം പ്രചാരണം നടത്തി. ഇപ്പോൾ CPM-മായി സഹകരിക്കുകയാണ് KV തോമസ്. UPA സർക്കാരിന്റെ കാലത്ത് മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ KV തോമസിനെ പ്രതിമാസം 1 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം നിശ്ചയിച്ചിരിക്കുന്നത്. ഓണറേറിയത്തിന് പുറമെ 3 സ്റ്റാഫുകളെയും 1 ഡ്രൈവറെയും ഡൽഹിയിൽ പ്രൊഫസർ KV തോമസിനായി കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ജൂൺ മാസം വരെയുള്ള ഓണറേറിയം നേരത്തെ അനുവദിച്ചിരുന്നു. ബാക്കി തുക അനുവദിച്ചാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. 2023 ജാനുവരി 18-നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത്. KV തോമസിന് നേരത്തെ ഓണറേറിയം അനുവദിച്ചത് വൻ വിവാദമായിരുന്നു. സർക്കാരിന്റെ പണം, അതായത് പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് അധിക ചെലവ് നടത്തുന്നവർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല. 3-ാം തീയതി ഇനി ന്യൂ ഇയർ പാർട്ടി നടത്തുന്നതിന് മുൻപ് ഒരു ക്രിസ്തുമസ് ആഘോഷം കൂടി നടത്താം. പകുതി പേർക്ക് പോലും ഭക്ഷണം കിട്ടിയില്ല എന്നത് മാത്രം കണക്കാക്കിയ ലക്ഷങ്ങൾ മുക്കിയത് ആർക്ക് വേണ്ടിയെന്ന് നമുക്ക് മനസ്സിലാകും.